ഇന്ന് നമുക്കൊരു ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ് അളവ്. അങ്ങനെ 1.5 കപ്പ് മൈദ, അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച്, ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത് മൂന്നും കൂടി ചേർത്ത് ഈ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം കേക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണത്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേക്കിംഗ് പൗഡർ എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ഫ്രഷ് ആയിരിക്കണം. ഒരുപാട് പഴക്കമുള്ള ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ നമ്മളെ കേക്ക് കറക്റ്റ് റെഡിയായി വരില്ല. അപ്പോൾ ഞാനെപ്പോഴും ബേക്കിംഗ് പൗഡർ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ കേക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 1-2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ മിക്സിങ്ങിനായിട്ട് ഒരു 100 ഗ്രാം ബട്ടർ ഒരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ചെറിയ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ബട്ടർ ഏകദേശം മെൽറ്റ് ആവുന്ന സമയത്ത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് എന്ന് പറയുമ്പോൾ പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1 കപ്പ്. നോർമൽ ഷുഗർ എടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് 1/4 കപ്പിൻ്റെ അടുത്തേ വരുള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഓരോ മുട്ട വീതം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടും. മുട്ട ബട്ടർ നന്നായി മിക്സ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള എല്ലാം കൂടി മിക്സ് ചെയ്ത് അരിച്ച് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ആയാലും മതി. ഇനി നമ്മുടെ പേര് പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഈ ട്യൂട്ടി ഫ്രൂട്ടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുറച്ച് മൈദ ഇതിലൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും. ഇതല്ലെങ്കിൽ ഇത് താഴെ പോകുന്നത് കൊണ്ട് ആണ് ഞാൻ ഈ മൈദ ചേർക്കാൻ പറയുന്നത്. ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കേക്ക് മിക്സ് അത്യാവശ്യം ലൂസ് ഇല്ലാതെ വരികയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ മുട്ട ചിലപ്പോൾ ചെറുതാവുന്ന സമയത്ത് ഇതിൻ്റെ മിക്സ് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ, അല്ലെങ്കിൽ അതിൽ എയർ ഹോൾസ് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി മേക്ക് ഷുവർ ചെയ്യണം വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നമുക്ക് ഇനിയിത് ഓവനിലേക്ക് മാറ്റാം.
40 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് എല്ലാം കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ സ്ക്വയർ ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഇത് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് എല്ലാം ഓക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി നോക്കാം. അടിയൊക്കെ കണ്ടില്ല, നല്ല കറക്റ്റ് നല്ല സോഫ്റ്റ് കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ഫ്രഷ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവനിലാണെങ്കിലും നമ്മളിനി പ്രഷർ കുക്കറിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നെ ഒരുപാട് 1-2 പ്രാവശ്യം ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി പ്രഷർ കുക്കർ ഓവൻ ഓപ്പൺ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കേക്ക് നല്ല കറക്റ്റ് റെഡി ആയി കിട്ടും. ഇതേ മിക്സ് തന്നെ ഞാനിപ്പോൾ ഓവനിൽ ചെയ്തത് നമ്മുടെ പ്രഷർ കുക്കർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. തണുത്തതിന് ശേഷം ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കുക. ചൂടോടുകൂടി കട്ട് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കേക്കിന് ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റി കേക്കായി കിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴും ബേക്കറികളിൽ നിന്നൊക്കെ കേക്ക് വാങ്ങി കഴിക്കുന്നവരായിരിക്കും നമ്മൾ. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.